welcome to my channel. So we are at the last part of the lesson Thermodynamics. ഇന്നത്തോടെ ലെസൺ തീർക്കുകയാണ്. ഇനി കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് സിമ്പിളാണ്. പ്രോബ്ലംസ് വരുന്ന ഒരു ഏരിയയാണ് ഗിബ്സ് ഫ്രീ എനർജി. ഡെഫിനിഷൻസ് ചോദിക്കാം, ഇതിൻ്റെ ഇക്വേഷൻസ് ചോദിക്കാം, ഇതിൻ്റെ പ്രോബ്ലംസും ചോദിക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് സ്പോണ്ടേനിയസ്, എന്താണ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചില റിയാക്ഷൻസ് സ്പോണ്ടേനിയസ് ആവാനുള്ള കാരണം ഒന്ന് അവരുടെ എനർജി കുറയുന്നത് കൊണ്ടാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് വാല്യൂ, എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആവുന്നു. പിന്നെ ഒന്ന് പറഞ്ഞാൽ ഡിസോർഡർ, അതായത് അവരുടെ റാൻഡംനെസ് കൂടും. ആ റാൻഡംനെസ് നമ്മളൊരു പുതിയ തെർമോഡൈനാമിക് ടേം കൊടുത്തു, എൻട്രോപ്പി. ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബട്ട് കുറേ റിയാക്ഷൻസ് ഉണ്ട്. അത് നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരുമല്ല, ഇവർ രണ്ടുപേരും മാത്രമല്ല ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ദർ ഇസ് വൺ മോർ തെർമോഡൈനാമിക് function which is a reason for a reaction to be a spontaneous or a non-spontaneous. അങ്ങനെയുള്ള ഒരു ന്യൂ തെർമോഡൈനാമിക് ടേം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്താണ്, ദിസ് ഗിബ്സ് ഫ്രീ എനർജിയും എന്ത് ഡിസൈഡ് ചെയ്യും, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണോ അല്ലെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഗിബ്സ് എനർജി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി അല്ലെങ്കിൽ ഗിബ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the maximum amount of energy available to a system, അതായത് ഒരു സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം എനർജി ഡ്യൂറിങ് എ പ്രോസസ്സ്, ഒരു പ്രോസസ്സ് നടക്കുമ്പം സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. അതായത് ഒരു യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എത്ര എമൗണ്ട് ഓഫ് എനർജി ഒരു സിസ്റ്റത്തിൻ്റെ കയ്യിലുണ്ടോ ആ എനർജിയെ പറയുന്നത് പേരാണ് ഗിബ്സ് എനർജി. ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ഒരു സിസ്റ്റം പ്രൊസീഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കയ്യിൽ എന്ത് വേണം, അത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടായിരിക്കണം. അപ്പം വെറും ഒരു എനർജി മിനിമം ആവുന്നു അല്ലെങ്കിൽ ഒരു റാൻഡംനെസ് മാത്രമല്ല, ഒരു ഫാക്ടറും കൂടെ ഉണ്ട് വിച്ച് ഡിറ്റർമിൻ ദ സ്പോണ്ടേനിറ്റി ഓർ സ്പോണ്ടേനിയസ് റിയാക്ഷനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഗിബ്സ് എനർജി. സോ വാട്ട് ഇസ് മെൻ ബൈ ഗിബ്സ് എനർജി? അപ്പോൾ തന്നെ മനസ്സിലാവുക സംതിങ് റിലേറ്റഡ് ടു എനർജിയാണ്. സോ ദി മാക്സിമം എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ഫോർ എ സിസ്റ്റം ഡ്യൂറിങ് എ പ്രോസസ് ഉണ്ടായാൽ മാത്രം പോരാ, ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. ആ ഒരു എനർജി എന്താക്കി മാറ്റാൻ പറ്റണം, യൂസ്ഫുൾ വർക്കായിട്ട് മാറ്റാൻ പറ്റണം. അങ്ങനെയുള്ള എനർജിയാണ് നമ്മൾ എന്ത് പറയുക, ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി. അതായത് ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ കയ്യിൽ ഒരു 100 ജൂൾ എനർജി ഉണ്ട്, കിലോ ജൂൾ എനർജി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫുൾ എനർജി കയറിയിട്ട് നമ്മളൊരു ഒരു വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണം എന്നില്ല. അതിലൊരു 200 കിലോ ജൂള് ചിലപ്പം അതെന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു യൂസ്ഫുൾ വർക്ക് ചെയ്യുമ്പം എന്തെന്നുണ്ടാവും, അത് ചേഞ്ച് ആവുന്നുണ്ടാവും. അപ്പം ആ ഒരു എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗിബ്സ് ഫ്രീ എനർജി അല്ലെങ്കിൽ ഗിബ്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗിബ്സ് എനർജി എന്നൊക്കെ പറയുന്നത്. ഓർ ഇറ്റ് ക്യാൻ ബി ഓൾസോ ഡിഫൈൻഡ് ഓർ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് കപ്പാസിറ്റി ഓഫ് എ സിസ്റ്റം ടു ഡു വർക്ക്. ഒരു സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റിയാണ്, ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിൻ്റെ ഒരു മെഷറാണ് എന്ത്, ഈ ഗിബ്സ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ജി ആണ്. ഇനിയിപ്പോൾ നമ്മൾ എൻട്രോപ്പിക്കും എല്ലാത്തിനെയും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ദ ഇക്വേഷൻ ഫോർ ടു ഡിറ്റർമിൻ ഗിബ്സ് എനർജി ഈസ് ജി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്. ജി ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞ എൻതാൽപ്പി, ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ, എസ് എന്ന് പറഞ്ഞ എൻട്രോപ്പി. ആൻഡ് ദിസ് ഇസ് ഓൾസോ ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻസൈഡ് എ സിസ്റ്റം. അപ്പോൾ ഇത്രയാണ് ഗിബ്സ് എനർജിൻ്റെ മെയിൻ പോയിൻറ്റ്സ്. ഇനി നമുക്കിതിൻ്റെ ഡെറിവേഷൻസ് ഉണ്ട്, ഇതിൻ്റെ ഇക്വേഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, നോക്കി നോക്കാം. നമ്മൾ ഗിബ്സിൻ്റെ ഇക്വേഷൻ കണ്ടു, എന്താ, ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് എന്ന് കണ്ടു. ഇനി നമുക്ക് ഗിബ്സ് എനർജി ചേഞ്ച് ഫോർ എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഗിബ്സ് എനർജീൻ്റെ ചേഞ്ച് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, ഡെൽറ്റ ജി. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ ജി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, G2 മൈനസ് G1, അതായത് ഇനീഷ്യൽ ഫ്രീ എനർജി മൈനസ് ദി ഫൈനൽ ഫ്രീ എനർജി ഓഫ് ദി സിസ്റ്റം. ഇനി ഇത് വെച്ചിട്ട് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ ടി എസ് അല്ലേ. ഈ ഡെൽറ്റ ഇസ് കോമൺ ഫോർ ബോത്ത്, സോ ഇറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റമാണ്, നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഫ്രീ എനർജി ചേഞ്ച് ആണ് കണ്ടുപിടിക്കുന്നത്, ഡെൽറ്റ ടി എസ് മൈനസ് എസ് മൈനസ് ടി ഡെൽറ്റ എസ്. കാരണം ഈ ഡെൽറ്റ രണ്ടിനും കോമൺ ആണ്, ദാറ്റ് ഇസ് ഡെൽറ്റ ടി ഇൻറ്റു എസും ഓർ ടി ഇൻറ്റു ഡെൽറ്റ എസ്.
So we can write delta H minus delta T into S minus T delta S. If temperature, that is delta T is equal to 0, if the change in temperature or the reaction is taking place as a constant temperature, but temperature delta T 0 ആണെങ്കിൽ, then delta G system is equal to delta H minus ഏതാ കോൺസ്റ്റന്റ് delta T S അല്ലേ, അതായത് ഡെൽറ്റ ടി, അതായത് ചേഞ്ച് ഇല്ല അവിടെ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് നടക്കുന്നതെങ്കിൽ ഡെൽറ്റ ടി 0 ആണ്. ദെൻ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്, or we can write instead of this system we can write delta G is equal to delta H minus T delta S, and this is one of the most important equation in thermodynamics, and this is known as Gibbs Helmholtz equation. Very important equation ആണ്, ഇത് വെച്ചിട്ട് പ്രോബ്ലങ്ങൾ ചോദിക്കാം. This is one of the important equation in thermodynamics because it is considering enthalpy, entropy and temperature for this reaction. So what is Gibbs free energy, what is the equation for that, and the change in delta G is given by delta G is equal to delta H minus T delta S. ഈ ഇവിടെ G is equal to delta H minus T delta S എന്നുള്ള നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗിബ്സ് എനർജി എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് വെറും എൻതാൽപ്പിയോ അല്ലെങ്കിൽ എൻട്രോപ്പിയോ അല്ല, ഈ ഇയാളും കൂടെ, അതായത് ഗിബ്സ് ഫ്രീ എനർജിയും കൂടെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ജി ആൻഡ് സ്പോണ്ടേനിറ്റി അല്ലേ. സ്പോണ്ടേനിറ്റിയും ഈ ജിയും തമ്മിലുള്ള എന്താ റിലേഷൻ എന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം വി ആർ കൺസിഡറിങ് എ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ, അതായത് നമ്മൾ എന്താ കൺസിഡർ, സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എൻട്രോപ്പി ചേഞ്ച്, the total entropy change, if we are considering a system, both system and surrounding, നമുക്കറിയാം delta S system plus delta S surrounding ആണ് അല്ലേ. അപ്പോൾ delta S total is equal to delta S system plus delta S surrounding. So we are considering a process which is at constant pressure and constant temperature. നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോസസ്സ് this is carried out reversibly at constant temperature and constant pressure ആണ്. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാം the surrounding. The heat is given out by the surrounding which is taken up by the system. Surrounding ഇങ്ങനെ ഹീറ്റ് പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. That heat is absorbed by the system. നമുക്ക് എൻട്രോപ്പിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു ഇക്വേഷൻ എൻട്രോപ്പിക്ക്? Q by T അല്ലേ. അപ്പം ഡെൽറ്റ എസ് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ പി. പി എന്തിനാണ് ഞാൻ എഴുതുന്നത്? ക്യൂ പി എസ്, ദാറ്റ് ഈസ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിലീസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. നമ്മൾ പറഞ്ഞു ദ പ്രോസസ് ഇസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഡെൽറ്റ എസ് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ പി ബൈ ടി. ഇനി ക്യൂ പിയും എൻതാൽപ്പിയും വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും റിലേഷൻ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച്. ഓർമ്മയുണ്ടോ? ഇതെങ്ങനെയാണ് പഠിച്ചത്? യു ഇസ് ഈക്വൽ ടു ക്യൂ പി മൈനസ് പി ഡെൽറ്റ വി, ഓർ യു ടു മൈനസ് യു വൺ ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഇൻറ്റു വി ടു മൈനസ് വി വൺ. എന്നിട്ട് നമ്മൾ എന്തെഴുതും? ഇതൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ട് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി. ഇത് ഞാൻ ഇവിടെ ജസ്റ്റ് വെറുതെ ഒന്ന് പറയുന്നേ ഉള്ളൂ, കാരണം പറയേണ്ട ആവശ്യമില്ല, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻതാൽപ്പി, അതായത് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇസ് ഈക്വൽ ടു എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂ പിക്ക് നമ്മൾ ഡെൽറ്റ എച്ച് എന്ന് കൊടുക്കാം. അപ്പം ഡെൽറ്റ എസ് സറൗണ്ടിങ്, അതായത് if the entropy of the surrounding is increasing, then the entropy of the system will be decreasing. So നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് വെക്കുമ്പം ഡെൽറ്റ എസ് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ബൈ ടി, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ബൈ ടി. അതായത് എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം സറൗണ്ടിങ് ഇൻക്രീസ് ചെയ്യുമ്പം എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം സറൗണ്ടിങ് ഇൻക്രീസ് ചെയ്യുമ്പം എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം കുറയും എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഡെൽറ്റ എസ് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ബൈ ടി. അപ്പം നമ്മൾ ഇതൊന്ന് ഈക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഈ സറൗണ്ടിങ്ങിന് പകരം എന്ത് കൊടുക്കും? മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ബൈ ടി എന്ന് കൊടുക്കും. എന്താ കൊടുക്കുന്നത്? ടി എന്ന് കൊടുക്കും. ഇനി നമ്മൾ വി ആർ മൾട്ടിപ്ലൈങ് ദ ഹോൾ ഇക്വേഷൻ വിത്ത് മൈനസ് ടി. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഇക്വേഷൻ, അതായത് ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് മുകളിലേക്ക് എഴുതുക കേട്ടോ. ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു
ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ബൈ ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ ദ ഹോൾ ഇക്വേഷൻ വിത്ത് മൈനസ് ടി കൊണ്ടാണ്. അപ്പം മൈനസ് ടി ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എസ് സിസ്റ്റം ഇൻറ്റു ടി മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം പ്ലസ് ആവും. കാരണം എല്ലാത്തിനും നമ്മൾ മൈനസ് ടി കൊണ്ടല്ലേ. അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടെ വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ മൈനസ് ടി ഡെൽറ്റ എസ്, ഇതിൽ ഓരോ മൈനസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം. ഈ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്താ? ഡെൽറ്റ ജി അല്ലേ? അല്ലേ? ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്, ദാറ്റ് ഇസ് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്, ഓർ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു മൈനസ് ടി ഡെൽറ്റ എസ്. ഇനിയാണ് നമ്മൾ ഈ വാല്യൂവും നമുക്ക് എൻട്രോപ്പി ടോട്ടലിൻ്റെ ഉണ്ട്, ഡെൽറ്റ ജിൻ്റെയും വാല്യൂ വെച്ചിട്ട് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുമോ നോക്കാം. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ എസ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഇസ് പോസിറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആണ് അല്ലേ? സ്പോണ്ടേനിയസ് ആണ്. അങ്ങനെ സ്പോണ്ടേനിയസ് ആകുമ്പോൾ ഡെൽറ്റ ജിൻ്റെ വാല്യൂ എന്തായിരിക്കും നോക്കാം. ഡെൽറ്റ എസ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0, അപ്പോൾ അത് ഹൈ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഡെൽറ്റ ജി എന്തായിരിക്കും? ഡെൽറ്റ ജി വാല്യൂ വിൽ ബി നെഗറ്റീവ് ഓർ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 0. അതെന്തുകൊണ്ടാണ്? ഡെൽറ്റ എസ് ടോട്ടൽ നമ്മൾ പറയും, ഡെൽറ്റ എസ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആണ്. ഇത് ഗ്രേറ്റർ, ഇതിപ്പോൾ 10 ആയിക്കോട്ടെ 20 ആയിക്കോട്ടെ 30 ആയിക്കോട്ടെ, അപ്പോഴൊക്കെ ഈ മൈനസ് അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിട്ട്? സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനിയിപ്പോൾ ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ലെസ് ദാൻ 0, അപ്പം എന്താ? നോൺ സ്പോണ്ടേനിയസ്. അപ്പം ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂസ് ഒക്കെ ആവാം. അപ്പോൾ നെഗറ്റീവ്, ഇവിടെ ഒരു -5 -6 എന്നൊക്കെ ആലോചിച്ച് നോക്കൂ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. സോ ഡെൽറ്റ ജി വിൽ ബി പോസിറ്റീവ് ഫോർ നോൺ സ്പോണ്ടേനിയസ് ഓർ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ഇനി ഡെൽറ്റ എസ് ടോട്ടൽ നമുക്കറിയാം റിയാക്ഷൻ ഇസ് ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, ഇറ്റ് വിൽ ബി 0. അപ്പോൾ എന്താ? റിയാക്ഷൻ ഇസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഡെൽറ്റ ജിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0. അപ്പം ശ്രദ്ധിക്കണം, ഡെൽറ്റ എസും ഡെൽറ്റ ജിയും രണ്ടും ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആ, പക്ഷേ ഡെൽറ്റ ജി അപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ്. ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ ജി വാല്യൂസ് നെഗറ്റീവ്. പക്ഷേ ഡെൽറ്റ ഇതുപോലെ ഡെൽറ്റ എസ് ടോട്ടൽ ലെസ് ദാൻ 0, ദാറ്റ് ഇസ് നോൺ സ്പോണ്ടേനിയസ് ആണ്. അവിടെ എന്താ? ഡെൽറ്റ ജി വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എസ് 0, ഡെൽറ്റ ദാറ്റ് ഇസ് ദ റിയാക്ഷൻ ദ പ്രോസസ് അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ എസ് ടോട്ടൽ 0 ആണ്. സോ ഡെൽറ്റ ജി വാല്യൂ വിൽ ബി ഓൾസോ 0. അപ്പം ഇത്രയുമാണ് നമുക്ക് പറയാൻ, ഇനിയും പറയാനുണ്ട് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സൈൻസ്. ഇനിയിപ്പോൾ നമുക്കറിയാം ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതാണ് എന്തിൻ്റെ വാല്യൂ? എന്തിൻ്റെ ഇക്വേഷനാണ്? നമ്മുടെ ഗിബ്സിൻ്റെ ഇക്വേഷൻ. ഇനി അതിൽ ഓരോന്നിനും സൈന് വരുമ്പം നമുക്ക് ജീൻ്റെ വാല്യൂ എങ്ങനെയാവും, അപ്പോൾ സ്പോണ്ടേനിയസ് ആവോ പ്രോസസ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ പറയും ദ സൈൻ ഓഫ് delta H is negative and that of delta S is positive, then what will be the process, whether it will be a spontaneous or a non-spontaneous process. അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്, നന്നായി പഠിക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് കണ്ടുപിടിച്ചു? എന്താണ് ഡെൽറ്റ ജീൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ സ്പോണ്ടേനിയസിന് നോൺ സ്പോണ്ടേനിയസ് എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്താ നോക്കുന്നത്? ദ റിലേഷൻ ഓഫ് ഡെൽറ്റ ജി വിത്ത് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറും അതായത് നമുക്കറിയാം ഡെൽറ്റ ജീൻ്റെ ഇക്വേഷൻ ഡെൽറ്റ ഡി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും മാഗ്നിറ്റ്യൂഡും അവരുടെ സൈനും ഈ ഡെൽറ്റ ജീൻ്റെ വാല്യൂവിനെ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മീൻ ഈ ഡെൽറ്റ ജി വാല്യൂ ഇവരുടെ ഓരോരുടെയും മാഗ്നിറ്റ്യൂഡിനും ഇവരുടെ സൈനിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവും ഡെൽറ്റ എസിൻ്റെ വാല്യൂ പോസിറ്റീവും ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ചിന്തിക്കുക, ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ -5, ഡെൽറ്റ എസിൻ്റെ വാല്യൂ ടി ഞാൻ നോക്കുന്നില്ല, ടി എന്തും ആയിക്കോട്ടെ 5 or 6 2 ആവട്ടെ. ഡെൽറ്റ എസിൻ്റെ വാല്യൂ 3 ആണ്, പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ -5 -6 ആണ്, ഇറ്റ് വിൽ ബി എത്രയാണ്? -11 ആണ്.
അപ്പോൾ ഈ ഡെൽറ്റ എസിൻ്റെ വാല്യൂ പോസിറ്റീവാണ്, ഏത് ടെമ്പറേച്ചർ ആയിക്കോട്ടെ. ഇനി ഇപ്പോൾ പറയുകയാണ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കൂടുമോ കുറയോ എന്തോ ആയിക്കോട്ടെ. ഇപ്പം ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് -5 മൈനസ് ടി എന്ന് പറയുന്നത് 20 ആണെന്ന് വിചാരിക്കാം. എസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള വാല്യൂ 2. അപ്പോൾ -5 -40, അപ്പോൾ എന്താ വരിക -45. അപ്പോൾ എന്തൊക്കെയായാലും, അതായത് ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡെൽറ്റ ജി, ദ വാല്യൂ ഓഫ് ഡെൽറ്റ ജി വിൽ ബി നെഗറ്റീവ് ഫോർ all temperature, അതായത് it will be spontaneous at all temperature. ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി വിൽ ബി നെഗറ്റീവ് ഓർ ഇറ്റ് വിൽ ബി സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ, ഇങ്ങനെ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞപ്പം വൺ വേർഡിൽ ചോദിക്കാം, ഇഫ് ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ് ആൻഡ് ഡെൽറ്റ എസ് പോസിറ്റീവ് ദെൻ വാട്ട് വിൽ ബി ദ ഡെൽറ്റ ജി വാല്യൂ. അപ്പോൾ അങ്ങനെ ചോദിക്കുക. നിങ്ങൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ അവിടെ ചെറുതായിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, രണ്ടാളും നെഗറ്റീവ്, അതായത് ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു ലോ ടെമ്പറേച്ചർ ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് 20, ഓക്കെ, മൈനസ് ടെമ്പറേച്ചർ ഞാൻ വെറുതെ ഒരു 1 ഇൻറ്റു ഡെൽറ്റ എസ് -10 കൊടുത്തു. അപ്പോൾ ഡെൽറ്റ എസ് അപ്പം -20 -10 നിങ്ങൾക്കറിയാം -10 ആയിരിക്കും. എപ്പം അറ്റ് ലോ ടെമ്പറേച്ചർ, അതായത് ലോ ടെമ്പറേച്ചറിലാവുമ്പം ഡെൽറ്റ ജീൻ്റെ വാല്യൂ നെഗറ്റീവ്. ഇനി ഇത് സെയിം തന്നെ ഞാൻ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടുകയാണ്. ഇപ്പം ഞാൻ ടെമ്പറേച്ചർ ഒരു 3 വെച്ചു, 3 ഇൻറ്റു -10, അപ്പോൾ എന്തായി -30. അതായത് 20 -30 എന്ന് പറയുമ്പോൾ എന്തായി ഡെൽറ്റ ജീൻ്റെ വാല്യൂ എന്തായി? ഇറ്റ് വിൽ ബി +10 വരും. എന്ത് വരും? പോസിറ്റീവ് വാല്യൂ വരും. അപ്പം നേരത്തെ ഞാൻ എന്താ ചെയ്തത്? ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ, അതായത് രണ്ടാളുടെ വാല്യൂം നെഗറ്റീവാണ്, രണ്ടാളും നെഗറ്റീവാണ്. അപ്പം ഈ ടീൻ്റെ വാല്യൂം ലോ ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും നെഗറ്റീവാണ്, പക്ഷേ ടി ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ വാല്യൂ കൂടും. ഇവിടുത്തെ വാല്യൂ കൂടുമ്പോൾ എന്ത് വരും? സൈൻ എന്താവും? പോസിറ്റീവ് ആവും. അപ്പോൾ എന്താവും? ദ ഡെൽറ്റ ജി വിൽ ബി പോസിറ്റീവ്. നിങ്ങൾ ഇതേപോലെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം അവിടെ ചെയ്താൽ മതി. അതായത് -20 നമ്മൾ നേരത്തെ കൊടുത്തത് 10 ആയപ്പം നമുക്കറിയാം അതായത് എന്തായിരുന്നു? രണ്ടും ഒരേപോലെ തന്നെയാണ്. ഇറ്റ് വിൽ ബി -10, പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഇപ്പം വാല്യൂ കൂടി -. അപ്പം എന്താവും? അടുത്ത കേസ് നോക്കൂ, രണ്ടാളും പോസിറ്റീവാണ്. അതായത് ഇപ്പോൾ ഒരാൾ 50 ആണ്, ഒരാൾ 30 ആണ്. ടെമ്പറേച്ചർ ലോ ആണ്, അതായത് നമ്മളൊരു 1 വെറുതെ കൊടുക്കുക കേട്ടോ. അപ്പോൾ 50 - 30 = 20. ഇറ്റ് വിൽ ബി പോസിറ്റീവ് അറ്റ് ലോ ടെമ്പറേച്ചർ. അതെൻ്റെ അർത്ഥം നോൺ സ്പോണ്ടേനിയസ് ആണ്. റിയാക്ഷൻ രണ്ടാളും പോസിറ്റീവാണ്, പക്ഷേ ഹൈ ടെമ്പറേച്ചർ, അതായത് ഇവർ രണ്ടാളും 50 ആണ് 30 ആണ്, ബട്ട് ടെമ്പറേച്ചർ 2 ആണെങ്കിൽ 50 - 60, അപ്പം എന്താവും? ഡെൽറ്റ ജി വാല്യൂ വിൽ ബി നെഗറ്റീവ്. അങ്ങനത്തെ കേസിൽ എന്താവും? ഇറ്റ് വിൽ ബി എ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. മനസ്സിലാവേണ്ട, രണ്ടാളും പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നെഗറ്റീവ് ആവണമെന്നില്ല. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ്. രണ്ടാളും പോസിറ്റീവാണ്, ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ്, ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഇനി ഡെൽറ്റ എച്ച് പോസിറ്റീവും മൈനസ് ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ നമുക്കറിയാം ദ വാല്യൂ വിൽ ബി പോസിറ്റീവ് അറ്റ് ഓൾ ടെമ്പറേച്ചറിൽ. ഏത് ടെമ്പറേച്ചർ ആയാലും ഇറ്റ് വിൽ ബി പോസിറ്റീവ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇറ്റ് വിൽ ബി പോസിറ്റീവ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. അതായത് ഡെൽറ്റ എച്ച് പോസിറ്റീവാണ്, ഡെൽറ്റ എസ് നെഗറ്റീവാണ്. അത് 50 -30. അത് ഏത് ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. ഇറ്റ് വിൽ ഡിപ്പെൻസ്, ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി പോസിറ്റീവ് അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് വിൽ ബി നോൺ സ്പോണ്ടേനിയസ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത് കൺഫ്യൂഷൻ ആവരുതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ന്യൂമറിക്കൽ വെച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ പഠിച്ചോളൂ. ഇനിയിപ്പോൾ ന്യൂമറിക്കൽസ് അല്ല ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുന്നവർ അങ്ങനെ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഡെൽറ്റ ജി നെഗറ്റീവ് ആണോ? ഇറ്റ്സ് സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണോ? ഇറ്റ് ഇസ് നോൺ സ്പോണ്ടേനിയസ്. അപ്പം കാരണം നമ്മൾ ഡെൽറ്റ എസ് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു സ്പോണ്ടേനിയസ് ആണ്, പക്ഷെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആകുമ്പോഴാണ് സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആകുമ്പം നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇനി നമുക്കൊരു കുഞ്ഞു കാര്യം കൂടെ പറയാനുണ്ട്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ആൻഡ് ഫ്രീ എനർജി ഓഫ് റിയാക്ഷൻ ഉള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കട്ടെ. കാരണം അതിൻ്റെ താഴെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ലാസ്റ്റ് പോർഷനിൽ നിങ്ങൾ കാണും എന്താണ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി
change, standard free energy change of a reaction and standard free energy of formation. എന്താ പഠിക്കാൻ പോകുന്നത്? That is standard free energy change of a reaction and standard free energy of formation. അപ്പോൾ എന്താണ് standard free energy change of a reaction? It is defined as the change in free energy which take place when the reactants are in the standard state and the products so formed are also in the standard state. ഇത് നമ്മൾ എത്രയോ തവണ പഠിച്ചത് ഇങ്ങനത്തെ കുറേ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇതൊക്കെ അതേപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദി change in free energy when the reactants are in the standard state and the product so formed are also in the standard state. അപ്പോൾ എന്തായിരിക്കും standard free energy of formation? Standard free energy of formation is defined as the free energy change when 1 mole of a product is formed when the reactants are in their standard state. അതായത് free energy change ആണ്. The free energy change when 1 mole of a product is formed from its reactants in their standard state. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഗിബ്സ് ഫ്രീ എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഗിബ്സ് എനർജിയും ഗിബ്സ് ഫ്രീ എനർജി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലൊരു റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. സോ ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓഫ് റിയാക്ഷൻ ആൻഡ് ദി ചേഞ്ച് ഇൻ ഫ്രീ എനർജി ഓഫ് എ റിയാക്ഷൻ. ചേഞ്ച് ഇൻ ഫ്രീ എനർജി ഓഫ് റിയാക്ഷനും സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓഫ് റിയാക്ഷനും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് delta GR is equal to delta G0R plus RT ln Q. That is, change in free energy of the reaction is equal to change in standard free energy change of the reaction plus RT ln Q. R is universal gas constant, T is the temperature, and Q is the reaction coefficient. Q it is called as the reaction coefficient. If we are considering the system in a liquid state, then Q is called as the molar concentration of the reactant. It is also called as the molar concentration of the reactant. അപ്പം ഇനി ഇപ്പം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഇനി എക്വിലിബ്രിയത്തിൽ at equilibrium Q is equal to K. K നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലേ? ദാറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ഓർമ്മയില്ലേ? കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ദി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് നമ്മൾ പഠിക്കും ഞാൻ ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എടുക്കുന്ന സമയത്ത്. അപ്പോൾ Q is equal to equilibrium constant. At equilibrium, the change in free energy of the reaction will be 0. Equilibrium, the change in free energy of the reaction will be 0. So 0 is equal to delta G0R plus RT ln K, or delta G0R is equal to minus RT ln K. This is the relation between the standard enthalpy of reaction with equilibrium constant. ഇതെന്തിനാണ് ഞാൻ ഡിറൈവ് ചെയ്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഓർ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? -2.303 RT log K ആണ്. അപ്പോൾ ഇതാണ് റിയാക്ഷനും അതായത് ഫ്രീ എനർജി സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓഫ് റിയാക്ഷനും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. ഇനി എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ എടുത്തത്? വാട്ട് ഇസ് മെൻ ബൈ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓഫ് എ റിയാക്ഷൻ, വാട്ട് ഇസ് മെൻ ബൈ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓഫ് എ ഫോർമേഷൻ. ഒന്നുമില്ല, ഫ്രീ എനർജി ചേഞ്ച് ആണ്. അതായത് റിയാക്ഷൻ നടക്കുമ്പോൾ ഫ്രീ എനർജിയിൽ വരുമ്പോൾ ചേഞ്ച് ആണ്. എപ്പം റിയാക്റ്റൻസ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ്. ഇനി സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓഫ് ഫോർമേഷൻ എന്താ? ദ ഫ്രീ എനർജി ചേഞ്ച് വെൻ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് റിയാക്റ്റൻസ് ഇൻ ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് റിയാക്ഷനും ദാറ്റ് ഈസ് ഫ്രീ എനർജി ചേഞ്ച് ഓഫ് റിയാക്ഷനും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഡെൽറ്റ GR ഇത് ഫ്രീ എനർജി change during a reaction. This is standard free energy change during a reaction is equal to RT ln Q ആണ്. ഇനി നമ്മൾ the reaction set equilibrium ആകുമ്പം ഈ Q will be equal to equilibrium constant K, then delta GR. അതായത് ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ ഫ്രീ എനർജി ഓഫ് ദ റിയാക്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇക്വിലിബ്രിയം തന്നെ ഫോർവേഡും ബാക്ക്വേർഡും ഉള്ള റിയാക്ഷൻ സെയിം ആവാണ്. അപ്പോൾ അവിടെ ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ ജീൻ്റെ വാല്യൂ ചേഞ്ച് ഉണ്ടാവില്ല. സോ ഇറ്റ് വിൽ ബി 0 is equal to
delta G0R plus RT ln K, or delta G0R is equal to minus RT ln K, or minus delta G0R is equal to minus 2.303 RT ln K. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ, കാരണം പ്രോബ്ലം ചെയ്യാൻ ആവശ്യമാണ്, അല്ലാതെ ഇതിനെപ്പറ്റി വലിയ ഡെറിവേഷൻ ഒന്നും ചോദിക്കാൻ സാധ്യത കാണുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യം തറോ ആക്കി പഠിക്കും. ഇപ്പം ഞാനൊരു ടേബിളിൽ പഠിപ്പിച്ചില്ലേന്നോ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ, ഞാൻ ഒന്നുകൂടെ അത് എടുത്ത് പറഞ്ഞു തരാം. അപ്പം നന്നായി പഠിക്കാൻ. നമ്മൾ ഈ ലെസൺ ഇതവിടെ വൈൻഡപ്പ് ചെയ്തു. ഒരുവിധം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു കണക്ക് പ്രകാരം ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇനി എന്തെങ്കിലും ഞാൻ മിസ്സായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഇട്ടാൽ മതി, ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കട്ടെ. ഇതോടെ നമ്മുടെ തെർമോഡൈനാമിക്സ് ഞാനിവിടെ തീർത്തു. ഇനി ഞാൻ തീർക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്പീഡായിരുന്നു, എനിക്ക് സംശയമില്ലാതെ ഇല്ല. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എടുക്കും. ഇതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ഇതോടൊപ്പം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യും ഞാൻ. എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.